ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അതായത് വേലക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള, അതായത് ജോലിക്കാരുടെ കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങി ഇരിപ്പിൻ. അപ്പോൾ നോക്കും പ്രിയരെ, നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക്, സഭയിലേക്ക് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് നമ്മുടെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ സഭയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കാര്യം പറയാണ്. നമ്മളെന്താണ്, എല്ലാവരും പൂർണ്ണ സമയം വേലക്കാരല്ല. വേലക്കാരായിരിക്കുന്നത് തന്നെ യജമാനൻ കർത്താവാണ്. അവനെന്താണ്, ഭയത്തോടെ വേണം അവൻ്റെ വേല ചെയ്യുവാൻ. ഇത് ദൈനംദിന ജീവിതത്തിൽ ഫിസിക്കലായിട്ട് ജോലി ചെയ്യുന്നവരെ പറ്റിയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. അതായത് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ എന്താണ്, ഓഫീസിൽ പോകുന്നവരുണ്ട്, പോലീസുകാരായിട്ടുള്ളവരുണ്ട്. അത് നാനാ തുറയിലായിരിക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം ഇത്രയുണ്ട്. വേലക്കാരെ എന്ന് വെച്ചാൽ ഏത് വേല ചെയ്തവരും, ഓഫീസിൽ പോകുന്നവരായാലും ശരി, കൂലിപ്പണിക്ക് പോകുന്നവരായാലും ശരി, കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവരായാലും ശരി, ഈ സഭയിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയായിരിക്കും നമ്മുടെ ജീവിതത്തിന് എന്താണ് രൂപാന്തരം ഉണ്ടാകുന്നത്. പഴയ അനുഭവത്തിൽ ഇനി പോകാൻ സാധ്യമല്ല. പണ്ട് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ നാവുകളാണ് നമ്മുടേത്. അല്പം കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി നമ്മുടെ എന്താണ് പലപ്പോഴും യജമാനന്മാരുടെ കള്ളം പറഞ്ഞവരാണ്. എന്ന് മാത്രമല്ല, പലരെയും നമ്മൾ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്താണ്, ദ്രവ്യത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്. ഒന്നും തൃപ്തി വരുന്നില്ല, ഒന്നും മതിയാകുന്നില്ല. അതിനകത്ത് മറ്റൊരു സൈഡുണ്ട്. എന്നാൽ നമ്മുടെ ഒരു പുതിയ സൃഷ്ടി ആയപ്പോഴെന്താണ്, അനീതി നമ്മൾ സമ്പൂർണ്ണമായിട്ട് നീക്കി കളഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യമാണ് വേലക്കാരെ പറ്റി ഉദ്ദേശിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്, ഇപ്പോൾ ഞാൻ പറയാം, ഞാനൊരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. ഞാൻ കൂലിപ്പണി ചെയ്തിട്ടുള്ളവനാണ്. അങ്ങനെ ഒരു കാര്യമായിരുന്നു. ഞാനൊരു മേസൺ വർക്കറായിരുന്നു. അപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ ഒരു മനുഷ്യൻ, അതായത് ഓഫീസ് വർക്കായാലും ശരി, കൂലിപ്പണിയായാലും ശരി, ഒരു മനുഷ്യൻ രാവിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നു. അപ്പോൾ അവരവരുടെ തസ്തികയിലുള്ള കാര്യം നിങ്ങളുടെ ഓഫീസിൽ പോകുന്നവർ അതിനെ ധ്യാനിച്ചുകൊള്ളുക. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആ യജമാൻ നമ്മുടെ ഒരു പറമ്പ് കാണിച്ചെന്ന് പറഞ്ഞ് നീ അവിടെ കളയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ്ങും. എന്നിട്ട് യജമാൻ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, യജമാനൻ അങ്ങ് ദൂരെ പോവുകയാണ്, സന്ധ്യയ്ക്കാണ് കൂലി കിട്ടുന്നത്. അപ്പോൾ ഇവനെന്താണ്, വിശ്വാസത്തിൽ വന്ന, സഭയിൽ വന്ന ഒരു മനുഷ്യൻ ജോലി ചെയ്യേണ്ടത് അവൻ യജമാനൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വെറുതെ കുത്തിയിരുന്നും, അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടും, അല്ലെങ്കിൽ സഹോദരന്മാരോട് തന്നെ ഉപദേശം തേടി ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാലെല്ലാം തെറ്റാണ്. അത്രയും സമയം എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവന് വേണ്ടി ജോലി ചെയ്യണം. അപ്പോൾ കൂലി എത്ര ആണെന്നുള്ളതല്ല ഇപ്പോഴത്തെ നിശ്ചയം. 1000 പറഞ്ഞെടുത്ത് 800 തന്നുള്ളത് കൂട്ടിക്കോ, അല്ലെങ്കിൽ എല്ലായിടത്തും 1000 കൂലി ഉള്ളിടത്തിട്ട് ഇദ്ദേഹം പറഞ്ഞാൽ 600 തരുത്തുള്ളതെന്ന് വിചാരിച്ചോ, നിങ്ങൾ അതിനെ ശ്രദ്ധിക്കില്ല. നിനക്ക് 1000 കിട്ടിയാലും പ്രയോജനമില്ല, 600 കിട്ടിയും കൊണ്ട് നിനക്ക് നഷ്ടവുമില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, പ്രതിഫലം തരുന്നത് ദൈവമാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് അടുത്ത വചനം കൂടെ നമുക്ക് വായിക്കാം. 19-ാം വാക്യം. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അപ്പോൾ എന്താണ്, മൂർഖന്മാർക്ക് കൂടി കീഴടങ്ങുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും നമുക്ക് ന്യായമായിരിക്കുന്ന കൂലി കിട്ടിയില്ലെങ്കിലും, നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും യജമാനൻ നമ്മളെ കുറ്റം പറയുകയും ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ എന്താണ് അത് സഹിക്കണം. ആർക്ക് വേണ്ടി? യേശുക്രിസ്തുവിന് വേണ്ടി. കാരണം നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ കൂടെ കടന്നു വന്നാൽ നമുക്ക് ഇച്ചിരി വ്യക്തത കിട്ടും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസനെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിക്കും. അപ്പോൾ എനിക്ക് ജോലി തന്നത് ആരാണ്? എനിക്ക് ജോലി തന്നത് ഇവനല്ല, പിന്നെ ആരാ? യേശുക്രിസ്തുവാണ്. എനിക്ക് ജോലി തന്നത് യേശുക്രിസ്തുവാണ്. ആ ബോധത്തിൽ യേശുക്രിസ്തുവിനോട് നിന്ന് വേണമാണ് നമ്മളവിടെ ജോലി ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, അവകാശം എന്ന പ്രതിഫലം ആരാ തരുന്നത്? യേശുക്രിസ്തുവാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ലാഭം നോക്കി, നമ്മൾ എന്താണ് നമ്മുടേതായിരിക്കുന്ന കഴിവുകളൊക്കെ നോക്കി നമ്മൾ നല്ലൊരു വേല ചെയ്ത് വളരെ സമ്പത്തുണ്ടാക്കി നിരക്ക് കൂട്ടിക്കോട്ടെ. ഒരു 50,000 രൂപ നമ്മളെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി ചെയ്താലും പ്രിയപ്പെട്ടവരെ അവനൊന്നുമില്ല എന്നുള്ള കാര്യം സത്യമില്ല, അവനും കടബാധ്യയിലാണ്. എന്നാൽ ഒരുവൻ പറയുകയാണ്, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുകയാണ്, അന്ന് 300 രൂപ കൂലിയെ കിട്ടിയുള്ളൂ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധത്തോടു കൂടി പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്യല്ല. നമ്മൾ എന്ത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അവകാശം ദൈവമാണ് തരുന്നത്. ആകയാൽ ചെറിയ കൂലിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജോലി ചെയ്താലും അവിടെ എല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതായത് ഒരുത്തന് എത്രമാത്രം പണം കിട്ടിയാലും ഒറ്റ ദിവസം
ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി 3-4 ലക്ഷം രൂപയാണ് ഇന്ന് മുടക്കേണ്ടി വരുന്നത്. എന്നാൽ നോക്ക് പ്രിയരെ, ആശുപത്രി വാസമില്ലാതെ അല്ലെങ്കിൽ എന്താണ് മറ്റു വിധമായിരിക്കുന്ന പ്രശ്നങ്ങളില്ലാതെ ഓരോ ദിവസവും നമ്മളെ സൗമ്യതയിൽ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തിലായിരിക്കുന്ന ദാസന്മാരായിട്ടുള്ളവരെ, നമ്മളെല്ലാവരും ദൈവത്തിന് എന്ന് വേണം നമ്മുടെ ജോലി ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കും. ഒരു സംഭവകത പറയാം. എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു ദൈവദാസൻ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോകുമ്പോൾ തൻ്റെ അടുത്തൊരു നായർ സ്ത്രീ, ഒരു ഹിന്ദു സമുദായത്തിലുള്ള ഒരു നായർ സ്ത്രീയെ തൻ്റെ കൂടെ ഡൽഹിക്ക് പോകുന്നുണ്ട്. എവിടെ വെച്ച് കയറിയതാണ്. ഇവർ തമ്മിൽ പരിചയപ്പെട്ടപ്പോഴേ ഈ വൃത്തിയായിരിക്കുന്ന ഈ കുലനിയായിരിക്കുന്ന സ്ത്രീ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. തൻ്റെ ഭർത്താവ് ഗവൺമെൻറ് ജോലിയിലായിരുന്നു. അവർക്ക് എന്താണ് വളരെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കാവുന്ന ഒരു തസ്തികയിലാണ് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതേ ജോലി ചെയ്യുന്ന തൻ്റെ സ്നേഹിതന്മാരെല്ലാം കൈക്കൂലി മേടിച്ച് പുതിയ കാർ മേടിക്കുന്നു, ആഡംബര ഭവനങ്ങൾ പണിയുന്നു, അതുപോലെ എന്താണ് തൂർത്തടിച്ച് ജീവിക്കുന്നു. പക്ഷേ ഇവരുടെ വീട്ടിൽ എന്താണ് ഒതുങ്ങിക്കഴിയുന്ന പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാർ കാണിക്കുന്ന പണി കണ്ടോ, അവരെ പോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് പണം കൈക്കൂലി മേടിച്ചുകൂടാ? നമുക്ക് അങ്ങനെയാണെങ്കിൽ പുതിയ കാർ മേടിക്കാം, നമ്മുടെ മക്കളെ ഇങ്ങനെ ഉയർന്ന അനുഭവത്തിൽ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാം. ഇതൊക്കെ പറഞ്ഞപ്പോഴേ ഈ ദൈവത്തെ അറിയാത്ത ഈ ഹിന്ദു സഹോദരനായിരിക്കുന്ന ഭർത്താവ് ഈ അമ്മയോട് പറഞ്ഞു, എടി നമുക്ക് തരുന്ന ശമ്പളം ദൈവം തരുന്ന, ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പക്ഷേ അവൻ്റെ ഉത്ബോധത്തിൽ അതുകൊണ്ട് നമുക്കിത് മതി, നമുക്കെന്താണ് തെറ്റായ രീതിയിൽ ഒരു പൈസ വേണ്ടെന്ന് പറഞ്ഞു. ആ ശമ്പളമല്ലാതെ 1 രൂപ പോലും കൈക്കൂലി മേടിക്കാതെ ഈ മനുഷ്യൻ ജീവിച്ചു. പക്ഷേ എന്നിട്ട് ഈ മാതാവ് ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്താണെന്നറിയാമോ? തൻ്റെ കൂടെ ജോലി ചെയ്ത കൈക്കൂലി മേടിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാവരും നശിച്ചുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പണമില്ലെന്നല്ല, അവരുടെ മക്കളെല്ലാം മദ്യപാന്മാരും ഡൈവോഴ്സുകളിലും ഒക്കെ ആയിട്ട് കുടുംബമെല്ലാം ഛിദ്രമായിട്ട് പോയി. എന്നാൽ നോക്ക്, പിന്നെ ഞങ്ങൾക്ക് 3 ആൺമക്കളാണ്. ഞങ്ങൾ ആ 3 ആൺമക്കളും ഡൽഹിയിൽ അല്ലെങ്കിൽ എന്നാൽ ഉന്നതന്മാരുടെ കൂടെയാണ് ജീവിക്കുന്നത്. അവരാരും മദ്യപാന്മാരായിട്ട് പോയിട്ടില്ല, അവരാരും കുടുംബം നശിച്ചു പോയിട്ടുമില്ല എന്ന് പറയുവാനിടയിൽ. അപ്പോൾ അന്ന് ആ നായർ ആയിരുന്ന അല്ലെങ്കിൽ ഹിന്ദു ആയിരുന്ന ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് തരുന്ന ശമ്പളം ഗവൺമെൻറ് അല്ല, ദൈവമാണ് തരുന്നത്. എനിക്കത് മതി, ദൈവം അതുകൊണ്ട് തന്നെ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നോക്ക് പ്രിയരെ, കൈക്കൂലി മേടിക്കാത്ത ആ ഉദ്യോഗസ്ഥനെ ദൈവത്തെ അറിയാഞ്ഞിട്ട് പോലും, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാഞ്ഞിട്ട് പോലും ആ ദൈവം പരിപാലിച്ചെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ എത്രമാത്രം ദൈവം പരിപാലിക്കും പ്രിയരെ. അതുകൊണ്ട് ഉള്ളത് മതിയെന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമെന്നുള്ള വചനം നമ്മൾ അനുസരിക്കണം. ആരുടെയും കഴിയുന്ന 1 രൂപ പോലും കവർന്നെടുപ്പാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ആരുടെ കയ്യിൽ ഇച്ചിരി പൈസ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കൊടുക്കാതിരിക്കരുത്. എന്താണ്, ഇപ്പോഴില്ലയോ, കിട്ടുമ്പോൾ കൊടുക്കുവാനുള്ള പൂർണ്ണമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി വേണം ഓരോ ദിവസം ജീവിക്കാൻ. എൻ്റെ കരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ആ പണം കൊടുക്കും എന്നുള്ള ഉറപ്പോടുകൂടി ആരെയും നമ്മൾ വഞ്ചിച്ചെടുക്കല്ല, ആരെയും കവർന്നെടുക്കല്ല, ആരെയും നമ്മൾ വഞ്ചിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യില്ല. എൻ്റെ ശമ്പളമോ എൻ്റെ കൂലിയോ തീരെ ചെറുതാണെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അവൻ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തപ്പോൾ അവർക്ക് തൃപ്തി വരുവോളം എടുക്കുകയും ബാക്കി ശേഷിപ്പിക്കുകയും ചെയ്ത ഒരു ദൈവം നമുക്ക് ഇന്നും ജീവിക്കുന്നുണ്ട്. ആകിയാൽ ദാസന്മാരായിരിക്കുന്നവരെ, നിങ്ങളുടെ യജമാനന്മാർക്ക് സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങി പണത്തിന് വേണ്ടിയിട്ടല്ല, കൂലിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവകാശം ദൈവം തരും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാം. സമ്പന്നന്മാരും അല്ലെങ്കിൽ എന്താണ് തെറ്റായിരിക്കുന്ന വഴിയിൽ കൂടെ കോടികൾ നിങ്ങൾ ആസ്തി ഉണ്ടാക്കിയാലും ശരി, ഒരിക്കലും നമ്മുടെ സന്തതികൾക്ക് അത് ഗുണകരമായിരിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ അനേകം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം നീളുന്നുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അതുകൊണ്ട് സഭയിൽ വരുന്ന എല്ലാ ദാസന്മാരുമായിട്ടുള്ളവരെ, കർത്താവിനെന്നവണ്ണം നിങ്ങളുടെ വേല ചെയ്യുവാൻ, ശുശ്രൂഷകന്മാരെ കർത്താവിനെന്നവണ്ണം നിങ്ങൾ സേവിക്കുവാൻ. ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുന്ന സകലയിടങ്ങളിലും പരസ്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്നാൽ പരസ്യങ്ങൾ ചെയ്യുമ്പോഴെന്താണ്, അവിടെ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നോ ആരെങ്കിലും എന്നെ ബഹുമാനിക്കുന്നുള്ളല്ല, ആ ജനം നശിച്ചു പോകുന്നുള്ള ബോധത്തിൽ കർത്താവിനെന്നവണ്ണമാണ് ഞാൻ ശുശ്രൂഷിക്കുക. ഇന്നവരെ അങ്ങനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു താഴ്ചയുമുണ്ടായിട്ടില്ല, എൻ്റെ ശുശ്രൂഷകൾക്ക് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ല. ആയാൽ എല്ലാവരെയും ഞങ്ങൾ ഇതിനകത്ത് ഉത്ബോധിപ്പിക്കുകയാണ്. ഞാനൊരു ഹിന്ദു ആയിരുന്നപ്പോൾ, ഞാൻ നിങ്ങളോട് ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാനൊരു ഹിന്ദു ആയിരുന്നപ്പോൾ വീട് നശിച്ച് സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നശിച്ച് നരകതുല്യമായിട്ട് കിടന്നപ്പോഴും ഞാനൊരു മേസൺ വർക്കിന് ഇറങ്ങി. 17ാമത്തെ വയസ്സിൽ ഞാൻ മേസൺ വർക്കിന് ഇറങ്ങിയതാണ്, ടൈൽസ് വർക്കിന് അല്ലെങ്കിൽ മൊസൈക്ക് വർക്കിന്. എൻ്റെ അപ്പനാണെങ്കിൽ വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹം എന്താണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകളും അറിവുകളും ഞാൻ ഇന്നാണ് അറിയുന്നത്. അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനോട് എത്രമാത്രം പ്രയോഗിക്കാൻ കഴിയാവുന്ന ബുദ്ധിമാനായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് ഞാൻ ഓർത്ത് ദുഃഖിക്കുകയാണ്. അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ പിതാവ്, ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഹിന്ദുവാണ്, യേശുക്രിസ്തുവിനോട് സത്യം പറഞ്ഞാൽ എതിർപ്പുള്ള മനുഷ്യനാണ്. പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നീ ഒരു വീട്ടിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ അത് ലാഭത്തിന് വേണ്ടി ചെയ്യരുത്. നിനക്ക് ജോലി തന്ന നിൻ്റെ യജമാനന്, ക്രിസ്തുവിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ലല്ലോ, അതായത് ജോലി ചെയ്യുന്ന വീട്ടുകാരന് സന്തോഷം ഉണ്ടാകണം. നിൻ്റെ ജോലി കഴിയുമ്പോൾ ആ വീട്ടുകാരന് സന്തോഷം ഉണ്ടാകണം. പണത്തിന് വേണ്ടിയിട്ട് നീ ജോലി ചെയ്യലെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ ദരിദ്രനായിട്ടാണ് മരിച്ചത്. ഞാനും ജോലി ചെയ്യുമ്പോൾ ദരിദ്രനായിട്ട് തന്നെ ജീവിച്ച് ഞാൻ സമ്പത്ത് ഉണ്ടാക്കിയില്ല പ്രിയരെ. ഞാൻ ആത്മാർത്ഥമായിട്ടും അതിനകത്ത് എന്താണ്
ആ യജമാൻ്റെ തൃപ്തിക്ക് വേണ്ടി വളരെ സിൻസിയറായിട്ടാണ് ഞാൻ ആ ജോലി ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ലാഭമൊന്നും ഉണ്ടായില്ലെങ്കിലും ദൈവം എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതിൽ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട് എനിക്കിന്ന് ശുശ്രൂഷയും തന്നു. പ്രിയരെ, അമ്മയുടെ ഉദരം മുതൽ നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷ തരുന്ന ഒരു ദൈവമുണ്ട്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലിയിലും നമ്മുടെ പ്രവൃത്തികളിലും നടപ്പിലും എല്ലാം ആ കർത്താവിന് എന്നവണ്ണം ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അനേക വിശ്വാസികൾ ഇന്ന് നരകതുല്യമായിരിക്കുന്ന അനുഭവത്തിൽ കടന്നുപോയതിൻ്റെ കാര്യം എന്താണ്? പിശാച് പ്രവർത്തിച്ചല്ല, പിശാചിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുത്താണ്. പ്രിയരെ, ദൈവം അനുവദിച്ചു കൊടുത്താണ്. എന്നാണ് ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഏവർക്കും നന്ദി.